ഷുക്കൂർ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഷുക്കൂർ, ഇക്കുറി നമ്മൾ റിപ്പോർട്ടർമാർക്ക് കുറെ കൂടി പണിയുണ്ടാവും. കാരണം നേരിട്ട് ബൂത്തിൽ നിന്ന് വിവരങ്ങൾ എടുത്ത് തെറ്റാതെ കൃത്യമായി ടാലിയാക്കി സെൻട്രലൈസ്ഡ് ആയിട്ട് ഡെസ്കിലേക്ക് എത്തിക്കണം. പിന്നെ അത് പ്രേക്ഷകർ കൈമാറണം. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ തരുന്നില്ല മാധ്യമങ്ങൾക്ക് പ്രത്യേകമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ആദ്യം വിവരം കൊടുക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ ടീം സജ്ജമാണോ? തീർച്ചയായും അജിംസ്, നമ്മുടെ ടീം സജ്ജമാണ്. നമ്മുടെ മധ്യ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ എല്ലാ ജില്ലകളിലും 5 ജില്ലകളിലും നമ്മുടെ സംവിധാനങ്ങൾ ഫലപ്രദമായി വിന്യസിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബൂത്ത് തലം മുതൽ തലയുള്ള കണക്കുകളുടെ വിശദാംശങ്ങൾ, ഒപ്പം തന്നെ പ്രാദേശിക പാർട്ടി പ്രവർത്തകരുമായി ബൂത്ത് ഏജന്റുമാരെ നമുക്കുള്ളൊരു കണക്ടിവിറ്റി, അതെല്ലാം വെച്ച് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയും. വിവരങ്ങൾ ലഭ്യമാക്കുക മാത്രമല്ല, എങ്ങനെയായിരിക്കും ഇതിൻ്റെ സ്വിങ്, അതുപോലെ തന്നെ ഏത് മണ്ഡലത്തിൽ ആർക്കാണ് ഇനിയുള്ള റൗണ്ടുകളിൽ വോട്ടെണ്ണുമ്പോൾ കൂടുതൽ വോട്ടുകൾ ലഭിക്കാൻ സാധ്യത, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സാമാന്യ നല്ല പഠനം നമ്മുടെ ടീം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയ വൺ പ്രേക്ഷകർക്ക് തീർച്ചയായും വിവരങ്ങൾക്കപ്പുറം ഉള്ള ഒരു വിശദാംശങ്ങൾ കൂടി ലഭ്യമാക്കാൻ നമുക്ക് കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് നാളെ നമ്മുടെ ചാനൽ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു സംശയമില്ലാതെ നമുക്ക് ഉറപ്പ് നൽകാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ പരിമിതമായ വിവരങ്ങൾ മാത്രമാണ് മാധ്യമങ്ങൾക്ക് നൽകുന്നത്. വലിയ നിയന്ത്രണങ്ങൾ എല്ലാ കൗണ്ടിംഗ് സെന്ററുകളും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു സാധാരണ മനുഷ്യന് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രം മാധ്യമങ്ങൾക്ക് ലഭിച്ചാൽ മതി എന്ന ഒരു നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നതായി പൊതുവെ തോന്നിയിട്ടുണ്ട്. പരിചയക്കുറവുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ ഇതിൻ്റെ ക്രമീകരണത്തിൽ അവർക്ക് ഒരു പ്രൊഫഷണലിസം കാണിക്കാൻ കഴിയാതെ വരുന്നത്, ഇത്തരമുള്ള നിരവധി പ്രതിസന്ധികൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ ഇത്രയും പ്രൊഫഷണലിസം ഇല്ലാതെ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് എൻ്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ ആദ്യമാണ്. ആ അർത്ഥത്തിൽ മാധ്യമപ്രവർത്തകർക്ക് ഇത്തവണ പണി അല്പം കൂടുതലാണ്. ഒരു സഹകരണ സ്വഭാവമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയല്ല നമ്മൾ കാണുന്നത്, മറിച്ച് മാധ്യമപ്രവർത്തകരോടും അല്പം ഹോസ്റ്റൈലായ സമീപനമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് കാണുന്നത്. 20,000-ലധികം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ അനുവദിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇവിടെയുള്ളത് എന്ന് കൂടി ഓർക്കണം. ആ അർത്ഥത്തിൽ ജനാധിപത്യത്തോട് അവർക്ക് എത്രത്തോളം ബഹുമാനമുണ്ട് എന്നൊരു ചോദ്യം കൂടി പ്രസക്തമാണ്. കേരളത്തിൻ്റെ പൗരസമൂഹം അതേക്കുറിച്ച് കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്നുകൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഉത്തരവാദിത്തത്തോടു കൂടി എനിക്ക് പറയാൻ കഴിയും. എന്തായാലും നാളെയുള്ള ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമ്മുടെ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചും സുപ്രധാനമായ വഴിത്തിരിവുകൾക്ക് കാരണമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും നാളെ വരാൻ പോകുന്നത്. അത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും, എല്ലാ ആഴത്തിലും, പരപ്പിലും, അതിൻ്റെ എല്ലാ വ്യാഖ്യാനങ്ങളിലും ആഖ്യാനങ്ങളിലും ആദ്യം കൂടുതൽ വിവരങ്ങളോടെ നമുക്ക് എത്തിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല.